എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2 കാനന യാത്രകളാണ്. ഒന്ന് കൊല്ലത്ത് നിന്ന് മാമലക്കണ്ടത്തേക്കും രണ്ടാമത്തേത് മാമലക്കണ്ടത്ത് നിന്നും മാങ്കുളം ആനക്കുളത്തേക്കുമാണ്. ഈ മാമലക്കണ്ടം മാങ്കുളം റൂട്ട് ഓപ്പണായിട്ട് കുറച്ച് നാളുകളാവുന്നതേ ഉള്ളൂ. കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ അത് ഓപ്പൺ ആയിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക അനുമതിയില്ലാതെ ഈ കാടിനുള്ളിലേക്ക് പ്രവേശനം സാധ്യമല്ല. ഇവിടേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി മേടിച്ചതിന് ശേഷം മാത്രം ഈ കാട്ടിലേക്ക് പ്രവേശിക്കുക. കൊല്ലത്ത് നിന്ന് 7 മണിക്കാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. കുണ്ട്രയിൽ നിന്ന് ഗോവിന്ദ് ഞങ്ങളോട് ജോയിൻ ചെയ്തു. കുണ്ട്രയിലെ പമ്പിൽ നിന്ന് ആവശ്യത്തിന് ഡീസൽ നിറച്ച് ഞങ്ങൾ വീണ്ടും മാമലക്കണ്ടം ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. ഏകദേശം 200ഓളം കിലോമീറ്റർ ഉണ്ട് കൊല്ലത്ത് നിന്നും മാമലക്കണ്ടത്തേക്ക്. ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാതെ ആയിരുന്നു ഇറങ്ങിയത്. അങ്ങനെ തിരുവല്ലയ്ക്ക് അടുത്തെത്തിയപ്പോഴത്തേക്ക്, തിരുവല്ലയ്ക്ക് അടുത്താണോ തിരുവല്ല കഴിഞ്ഞിട്ടാണോ, പത്മ കഫേയുടെ പുതിയൊരു ഷോപ്പ് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവിടെ ഇറങ്ങി. പ്യുവർ വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് എല്ലാവരും വെജിറ്റേറിയൻ. രാവിലെ തന്നെ ഇഡലിയും പൂരിയും ഒക്കെ ഓർഡർ ചെയ്തു. നല്ല ഭക്ഷണമായിരുന്നു. അവിടുന്ന് അതും കഴിച്ച് ഞങ്ങൾ വീണ്ടും മാമലക്കണ്ടം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കാണുന്നത് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ്. നല്ല പച്ചപ്പൊക്കെ ഉള്ള പ്രദേശമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു തവണ മാമലക്കണ്ടത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നും ഈ റൂട്ടിലൂടെ തന്നെയാണ് വന്നത്. ഇത് നേരെ കുട്ടമ്പുഴയിലേക്കാണ് ഈ റൂട്ട് എത്തിച്ചേരുന്നത്. ഈ കാട്ടിലൂടെ പോകുമ്പോൾ ആ മരത്തിന് മുകളിലൊരു ഏറുമാടമാണെന്ന് തോന്നുന്നു. ഞങ്ങളവിടെ വണ്ടി നിർത്തി എന്താണെന്ന് നോക്കാനായിട്ട്. അതേ ഒരു ഏറുമാടം തന്നെയായിരുന്നു അത്. വന്യജീവികളൊക്കെ ഉള്ള കാടായതുകൊണ്ടും പിന്നെ അതിക്രമിച്ച് കയറുന്നവരെയൊക്കെ നിരീക്ഷിക്കുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാച്ച് ടവർ ആണെന്ന് തോന്നുന്നു. എന്നാലിപ്പോൾ ഇത് ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നില്ല, കാരണം അതിൻ്റെ ഏണിയൊക്കെ ദ്രവിച്ച് വീഴാകായ അവസ്ഥയാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ ഏറുമാടം കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാത്ത അവസ്ഥയിലായിരുന്നു. ഇത് കുട്ടമ്പുഴയിലേക്കുള്ള KSRTC ബസ്സാണ്. കുട്ടമ്പുഴയിൽ നിന്നാണ് നമുക്ക് വലത്തേക്ക് വളഞ്ഞ് മാമലക്കണ്ടത്തേക്ക് കയറി പോകേണ്ടത്. ഞങ്ങളും ആ ബസ്സിന് പുറകെ യാത്ര തുടരുകയാണ് കുട്ടമ്പുഴ ലക്ഷ്യമാക്കി. കുട്ടമ്പുഴയിൽ നിന്ന് നമുക്ക് മാമലക്കണ്ടം റോഡ് എങ്ങനെയാണ് പ്രവേശിക്കുന്നത് കാണിച്ചു തരാം. ഈ കാടിനുള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്. ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു ഭൂതത്താൻകെട്ട് അണക്കെട്ടിൻ്റെ പ്രദേശമാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. എന്തായാലും കാട്ടിലൊക്കെ വരുമ്പോൾ, കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം വേസ്റ്റുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ഒന്നും ഇടാതെ നോക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ പാലത്തിന് മുകളിലൂടെ പോയപ്പോൾ ഈ വെള്ളമൊന്നും ഇത്രയ്ക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിലുണ്ടായ നീരൊഴുക്കാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ല വെള്ളം ഈ ഡാമിൽ നിറഞ്ഞിട്ടുണ്ട്. ഡാമാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. പിന്നെ നമ്മൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ ഫ്രണ്ടിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഞങ്ങൾ എന്തായാലും അവിടെ ഇറങ്ങുന്നില്ല, സമയമില്ലാത്തതിനാൽ ഞങ്ങൾ നേരെ മാമലക്കണ്ടത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഈ റൂട്ടിലൂടെ പോകുമ്പോൾ മനോഹരമായ ഒരുപാട് പ്രദേശങ്ങൾ നമുക്ക് കാണാം. അങ്ങ് ദൂരെ നല്ല മലനിരകളും കോടയും ഒക്കെ ആയിട്ടുള്ള പ്രദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ ഉള്ള സമയമില്ലാത്തതിനാൽ ഞങ്ങൾ യാത്ര തുടരുകയാണ്. കാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, കാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആഹാര പദാർത്ഥങ്ങളൊന്നും അവിടെയുള്ള വന്യജീവികൾക്ക് കൊടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ആഹാര പദാർത്ഥങ്ങളുടെ വേസ്റ്റ് വലിച്ചെറിയരുത്. പ്ലാസ്റ്റിക്കുകൾ ഉപേക്ഷിക്കരുത്. തീ ഉണ്ടാകുന്ന ഒരു വസ്തുക്കളും കാട്ടിലേക്ക് കൊണ്ടുപോകാനേ പാടുള്ളതല്ല. നമ്മളിപ്പോൾ കുട്ടമ്പുഴയിൽ എത്തിയിട്ടുണ്ട്. കുട്ടമ്പുഴ ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് മുകളിലേക്കുള്ള വഴിയിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇതുവഴിയിലൂടെയാണ് നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം അല്ലെങ്കിൽ 1.5 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേരും. ആ ചെക്ക് പോസ്റ്റും കടന്ന് കുറച്ച് മുമ്പിലോട്ട് ചെന്ന് ഇടത്തേക്ക് പ്രവേശിക്കുന്നത് മാമലക്കണ്ടത്തേക്കുള്ള പ്രധാന എൻട്രിയാണ്. അവിടെ നിന്നാണ് മാമലക്കണ്ടം പോകാനുള്ള വഴി ആരംഭിക്കുന്നത്. ഇടുങ്ങിയൊരു വഴിയാണ്. നമ്മളെന്തായാലും ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ആ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെയാണ് ആ ചെക്ക് പോസ്റ്റ്. ഈ അമ്പലത്തിൻ്റെ ആർച്ചും കഴിഞ്ഞ് ഫ്രണ്ടിലേക്കുള്ള വഴിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മാമലക്കണ്ടത്തേക്കുള്ള എൻട്രി കാണാൻ പറ്റും. അവിടുന്നേക്ക് പോയി വരുന്ന പ്രൈവറ്റ് ബസ്സുകളാണെന്ന് തോന്നുന്നു. എന്തായാലും മാമലക്കണ്ടത്തേക്ക് ബസ്സുകളൊക്കെ ഉണ്ട്. ഈ പ്രദേശത്ത് എത്തുമ്പോൾ തന്നെ നമ്മളൊരു വനത്തിലേക്ക് കയറിയ പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അവിടെ ഉയരമുള്ള വലിയ വലിയ മരങ്ങളും ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമ്മൾ അവിടെ ഇറങ്ങി അധികം സമയമൊന്നും കളയുന്നില്ല. നമ്മൾ നേരെ മാമലക്കണ്ടത്തേക്ക് ലക്ഷ്യമാക്കി ഇവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മുടെ മാമലക്കണ്ടത്തിൻ്റെ എൻട്രിയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് കാണുന്ന ഈ വഴി, നേരെ ബോർഡ് വെച്ചിട്ടുണ്ട് മാമലക്കണ്ടം. നമ്മൾ ഇടത്തേക്ക് വളഞ്ഞു മാമലക്കണ്ടത്തേക്കുള്ള ആ വഴിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു. മാമലക്കണ്ടത്തേക്കുള്ള വനപാതയിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ കാണുന്ന ഈ ബോർഡ് മൂന്നാർ, മാമലക്കണ്ടം, അങ്കമാലി, അടിമാലി എന്നൊക്കെയാണ് കാണുന്നത്. ഈ മൂന്നാർ, അടിമാലി പോകുന്നത് കാനന പാതയിലൂടെയല്ല,
നമ്മൾ പോകുന്ന കാനപാത ഇപ്പോൾ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. എന്നാൽ ഈ മൂന്നാർ അടിമാലി പാത നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇതുവഴി തന്നെ മൂന്നാറും അടിമാലിയും പോകാൻ നമുക്ക് സാധിക്കും. നല്ല ഭംഗിയുള്ള ഒരു കാനപാതയാണ്. വളരെ ഇടുങ്ങിയ വഴിയായതുകൊണ്ട് തന്നെ വലിയ വണ്ടികൾ വരികയാണെങ്കിൽ സൈഡ് കൊടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കാട്ടിലൂടെ പോകുമ്പോൾ ഹോണടിക്കുകയോ വണ്ടി അമിത വേഗത്തിൽ ഓടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെയൊക്കെ വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ്. ഇവിടെ ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ അവയൊന്നും ശല്യപ്പെടുത്താതെ നമ്മൾ കാനനത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പോവുകയാണെങ്കിൽ അത് മാത്രം ആസ്വദിച്ച് തിരികെ വരിക. ഇത് അവരുടെ സ്ഥലമാണ്. നമ്മളവിടെ കൈയേറി അവരെ ശല്യപ്പെടുത്താനൊന്നും പാടുള്ളതല്ല. നിങ്ങൾ പ്രത്യേകം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരുമാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് ധാരാളം മൃഗങ്ങളെ കാണാൻ സാധിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ആനയൊക്കെ അടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഈ വഴിയിൽ മിക്ക വാഹനങ്ങളും കയറിപ്പോകും. കാരണം ഇത് ഒരു ഓഫ് റോഡ് വഴി അല്ല. ഇപ്പോൾ മിക്ക വണ്ടികൾക്കും പോകാൻ പറ്റുന്ന രീതിയിൽ കോൺക്രീറ്റൊക്കെ ആയിട്ടുണ്ട്. മാമലക്കണ്ടത്തേക്കുള്ള യാത്ര ഇപ്പോൾ അധികം കഠിനമല്ല. അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വരുവാനും പോകുവാനും ഒക്കെ സൗകര്യപ്രദത്തിന് കോൺക്രീറ്റ് ചെയ്ത് പാത നല്ല ഭംഗിയായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ചില ഭാഗങ്ങൾ മാത്രം കുറച്ച് പൊട്ടിക്കിടക്കുന്നുണ്ടെങ്കിലും പൊതുവേ നല്ല ഒരു യാത്ര നൽകുന്ന പാതയാണ് ഇത്. കുറച്ച് കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു പാത കൂടിയാണ് ഈ കാനനപാത. ഇവിടെ കുറച്ച് ഭാഗത്ത് ഒരു പാലത്തിൻ്റെ പണി നടക്കുകയാണെന്ന് തോന്നുന്നു. അതോ ഇനി മഴയത്തോ മറ്റോ പാലം അതിൻ്റെ സൈഡ് മറ്റോ ഒലിച്ചു പോയതായിരിക്കാം. ഇപ്പോൾ അവിടെ എന്തായാലും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വണ്ടി കയറി പോകുന്ന യാതൊരു പ്രശ്നവുമില്ല. എല്ലാ വണ്ടികളും ഇതിലൂടെ കയറി പോകുന്നതാണ്. ഞങ്ങളുടെ വണ്ടിയും അതുവഴി കയറി വീണ്ടും താഴേക്ക് ഇറങ്ങി വീണ്ടും കോൺക്രീറ്റ് റോഡ് ആരംഭിക്കുകയാണ്. ഈ ഒരു ചെറിയ പ്രദേശം മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഉള്ളത്. ബാക്കിയെല്ലാം കോൺക്രീറ്റ് ആയിരിക്കുകയാണ്. വണ്ടികളെല്ലാം സുഗമമായിട്ട് കടന്നു പോകുന്ന രീതിയിൽ കോൺക്രീറ്റ് ആയിട്ടുണ്ട്. ഈ കാനപാതയിൽ പോകുമ്പോൾ നമുക്ക് ചില ഭാഗങ്ങളെത്തുമ്പോൾ പേടി തോന്നാം. കാരണം ആരും ആ ഭാഗത്തെങ്ങും ഇല്ല. നമ്മളെ വണ്ടി മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയിലെങ്ങും മറ്റ് വണ്ടികളൊന്നും വന്നിട്ടില്ല ഇതുവരെ. എന്നാലും പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് നമ്മുടെ വണ്ടിയും ഓവർടേക്ക് ചെയ്ത് ഒരു ബൈക്ക് റൈഡർ കയറിപ്പോയിട്ടുണ്ട്. ബൈക്ക് റൈഡർമാരുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇപ്പോൾ മാമലക്കണ്ടം. ഇതുവഴിയിലുള്ള വളഞ്ഞ പുളഞ്ഞ വഴികളും പിന്നെ കയറ്റവും ഇറക്കവും ഒക്കെ ബൈക്ക് റൈഡേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ മാമലക്കണ്ടത്തെത്തിയപ്പോൾ മാമലക്കണ്ടത്തെക്കുറിച്ച് പ്രത്യേക ധാരണകളൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാമലക്കണ്ടം സ്കൂൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല. ഇത്തവണ എന്തായാലും ഞങ്ങൾ മാമലക്കണ്ടം സ്കൂളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ മാമലക്കണ്ടം സ്കൂളിലേക്ക് സ്കൂൾ ടൈമിലോ അല്ലെങ്കിൽ പ്രവൃത്തി ദിവസങ്ങളിലോ ഉള്ള ഫോട്ടോഗ്രാഫിയൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. അവിടെ പോകുന്നവരാരും തന്നെ പ്രവൃത്തി ദിവസങ്ങളിൽ സ്കൂളുള്ള സമയത്ത് അവിടെ ഫോട്ടോഗ്രാഫി ചെയ്യുവാൻ പാടുള്ളതല്ല. നിങ്ങളെ പോലീസ് അതിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതെല്ലാം അനുസരിക്കണം. നമ്മളിപ്പോൾ നമ്മുടെ മാമലക്കണ്ടത്തിൻ്റെ ഒരു പ്രദേശത്തേക്ക് വണ്ടി ഒതുക്കുകയാണ്. ഇവിടെ ആന വന്നു പോയതിൻ്റെ എല്ലാ തെളിവുകളും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതായത് ഈ റോഡിലും ആന ഇറങ്ങിയിട്ടുണ്ട്. പകലായതുകൊണ്ടാവാം അത് കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ആ പാറപ്പുറത്ത് നമ്മളുടെ വണ്ടി ഒതുക്കി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തൊന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയിരിക്കുന്നത്. എന്നാലും നല്ല മനോഹരമായൊരു പ്രദേശമാണ്. ഇവിടെ അധികാരം നിൽക്കുന്നില്ല. അതുകൊണ്ട് അവിടെയും ഒരു ഏറുമാടം കാണാം. ഇതും വാച്ച് ടവർ ആയിരിക്കും. വന്യമൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും വഴിയായതുകൊണ്ടും വന്യമൃഗങ്ങളൊക്കെ ഓടിക്കാനായിട്ട് ഉണ്ടായിരുന്ന ഒരു വാച്ച് ടവർ ആയിരിക്കണം ഇത്. എന്തായാലും രാത്രിയൊക്കെ ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്. അതിനുള്ള തെളിവുകളെല്ലാം ഇവിടെ ഉണ്ട്. പകൽ സമയമായതുകൊണ്ടായിരിക്കണം അവയൊക്കെ ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ട്. ആന വെള്ളം കുടിക്കാനും മറ്റുമൊക്കെ ഇറങ്ങുന്ന വഴിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് അധികം നേരം ഇവിടെ നിന്ന് സമയം കളയുന്നില്ല. നമ്മൾ അതിൻ്റെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1 മണിയോട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്നും മാമലക്കണ്ടത്തെത്തി അവിടുന്ന് മാങ്കുളത്തേക്ക് പോകേണ്ടതുണ്ട്. തിരിച്ച് വീണ്ടും ഈ വഴിയിലൂടെയാണ് വരേണ്ടത്. അതുകൊണ്ട് അധികം താമസിയാതെ തിരിച്ചു വരണം. ഇരുട്ടി കഴിഞ്ഞാൽ വീണ്ടും വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഏരിയയാണ്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും മാമലക്കണ്ടം ലക്ഷ്യമാക്കി കാട്ടിലൂടെ പോവുകയാണ്. വളരെ മനോഹരമായ പ്രദേശത്തിലൂടെയാണ് യാത്ര. ഞങ്ങളുടെ മുമ്പിലൊരു വണ്ടി പോകുന്നുണ്ട്. മാമലക്കണ്ടം കാണാൻ വന്ന സഞ്ചാരികളാണ്. ഒരുപാട് സഞ്ചാരികൾ ഇപ്പോൾ മാമലക്കണ്ടത്തേക്ക് എത്തുന്നുണ്ട്. മാമലക്കണ്ടത്തെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന സഞ്ചാരികളെല്ലാം ഈ കാടിനെ ഇതേപോലെ തന്നെ നിലനിർത്തുവാനായിട്ടുള്ള പ്രയത്നങ്ങൾ ചെയ്യണം. കാരണം ഈ കാടും ഇതിൻ്റെ ഭംഗിയും ഒക്കെ ഇനിയും നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമ്മൾ പോകുന്നവരെല്ലാം ഈ കാടിന് യാതൊരു ദോഷവും സംഭവിക്കാതെ ഇതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് വേണം തിരിച്ചു വരുവാൻ. വേസ്റ്റുകളോ അല്ലെങ്കിൽ ഭക്ഷണപദാർത്ഥങ്ങളോ ഒന്നും ഇടാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായി തന്നെ കണക്കാക്കണം. ഞങ്ങൾ ഏകദേശം മാമലക്കണ്ടത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ യാത്രയുടെ 1ാം ഭാഗം ഏകദേശം ഇവിടെ കൊണ്ട് അവസാനിക്കാൻ ഞങ്ങൾക്ക് ഈ ഒരു ജീപ്പ് ചേട്ടനെ ഞങ്ങൾക്ക് കിട്ടി. ഈ ചേട്ടൻ്റെ ജീപ്പിലാണ് ഇനി ഞങ്ങളുടെ യാത്ര. ഏകദേശം 1:30 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. നമ്മുടെ മാമലക്കണ്ടത്ത് ഒരു ഹോട്ടലിൽ ഇറങ്ങി നമ്മൾ ആഹാരം കഴിച്ച്
മാമലക്കണ്ടം സ്കൂളും കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കും. അതിനുശേഷം നമ്മൾ അടുത്ത വീഡിയോയിൽ മാമലക്കണ്ടത്ത് നിന്നും മാങ്കുളത്തേക്കുള്ള രാജപാതയുടെ വീഡിയോ ഉൾപ്പെടുത്തുന്നതാണ്. അതും നിങ്ങൾ കാണണം. അത് വളരെ മനോഹരമായ യാത്രയാണ്. ഞങ്ങൾ ഇവിടുന്ന് മാമലക്കണ്ടം സ്കൂൾ കാണാനായിട്ട് ആഹാരവും കഴിച്ച് ആ ചേട്ടൻ്റെ ജീപ്പിൽ യാത്ര തുടരുകയാണ്. ഈ ജീപ്പിൽ തന്നെയാണ് ഞങ്ങൾ മാങ്കുളത്തേക്കും പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററിലുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. കഴിഞ്ഞ തവണത്തെ മാമലക്കണ്ട യാത്രയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കാതെ പോയ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പരിസരത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പോകുന്ന സഞ്ചാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വർക്കിംഗ് ഡേയ്സിൽ ഈ സ്കൂളിൻ്റെ ചിത്രം എടുക്കുവാനോ ഇവിടെ നിന്ന് ഫോട്ടോഗ്രാഫിക്കോ വീഡിയോഗ്രാഫിക്കോ ഒന്നും അനുവാദമില്ല. പോലീസ് അധികാരികളുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. നിങ്ങൾ അതൊക്കെ പാലിച്ച് വേണം ഈ സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ. ഞങ്ങളിപ്പോൾ പോകുമ്പോൾ ഈ സ്കൂളിൻ്റെ ചിത്രമൊന്നും പകർത്തുന്നില്ല. മാങ്കുളത്ത് നിന്നും തിരിച്ചു വരുന്ന വഴിക്ക് എടുത്ത വീഡിയോയും ചിത്രങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ പോകുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള ഒരു സ്കൂൾ തന്നെയാണ് മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ. ആ സ്കൂളിന് മുമ്പിൽ നിന്നുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തിയിരിക്കുന്നത് സ്കൂൾ പ്രവൃത്തി സമയം കഴിഞ്ഞ് 5:30 ശേഷമാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചത്തിനൊക്കെ കുറച്ച് പരിമിതികളുണ്ട്. വെളിച്ചക്കുറവുണ്ടായിരുന്നിട്ട് കൂടി സ്കൂളിൻ്റെ പശ്ചാത്തലമൊക്കെ നല്ല രീതിയിൽ ചിത്രീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സ്കൂളിന് പുറകിൽ കാണുന്ന ഈ വെള്ളച്ചാട്ടം മഴക്കാലത്ത് കൂടുതൽ ഭംഗിയാർജിക്കുമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത്. കഴിഞ്ഞ തവണത്തെ മാമലക്കണ്ടം യാത്രയിൽ ഞങ്ങൾക്ക് വരാൻ കഴിയാതെ പോയ ഈ സ്കൂളിന് മുൻപിൽ ഞങ്ങളുടെ ഇന്നത്തെ യാത്രയുടെ ഒന്നാം ഭാഗം അവസാനിക്കുകയാണ്.